പത്തനംതിട്ട കിടങ്ങന്നൂരിൽ കനാലിൽ കാണാതായ 2 വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്തി. അഭിരാജ്, അൻതുത എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നക്കാലിക്കൽ SVGHSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഇന്നലെ രാത്രി ഏറെ വൈകി വന്നൊരു വാർത്തയാണ് കുട്ടികളെ കാണാതായി എന്നത്. രാത്രി ഏറെ വൈകിയും തിരച്ചിലുണ്ടായിരുന്നു. കനാലിൻ്റെ പരിസരത്ത് നിന്നും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഏറെ ദുഃഖിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അവരുടെ മൃതശരീരങ്ങൾ ലഭിച്ചിരിക്കുന്നു. എന്താണ് പോലീസും ബന്ധുക്കളും ഒക്കെ നൽകുന്ന വിവരങ്ങൾ? കിടങ്ങന്നൂർ വില്ലേജ് ഓഫീസിന് സമീപമുള്ള പമ്പ കനാലിലാണ് ഇന്നലെ വൈകിട്ട് 5 മണിയോടെ 2 വിദ്യാർത്ഥികൾ കുളിക്കാൻ ഇറങ്ങിയത്. ആഴമുണ്ട് ഇവിടെ. 2 പേരും മുങ്ങിപ്പോവുകയായിരുന്നു. ഇവരുടെ വസ്ത്രങ്ങളും ചെരുപ്പും മറ്റും ഈ കനാലിന് സമീപത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ SPC ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ക്ലാസ്സിന് പോയതിനു ശേഷം തിരികെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി മുടി വെട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയ വിദ്യാർത്ഥികളാണ് 2 പേരും. 2 പേരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. തുടർന്ന് രാത്രി വൈകിയും വീട്ടിൽ എത്താതിരുന്നതോടുകൂടിയാണ് ഇവരുടെ രക്ഷിതാക്കൾ പോലീസിൽ വിവരം അറിയിക്കുകയും ഈ സുഹൃത്തുക്കളെ വീട്ടിൽ തിരക്കുകയും ചെയ്തപ്പോൾ ഈ മുടി വെട്ടാൻ പോയി കനാലിന്റെ പ്രദേശത്തേക്ക് ഇവർ പോയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുകയും തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഇരുവരുടെയും വസ്ത്രവും ചെരുപ്പും ഈ കനാലിന്റെ ഭാഗത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തത്. തുടർന്ന് ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തി. ഇന്നലെ രാത്രി വൈകിയും പത്തനംതിട്ട ചെങ്ങന്നൂർ ഭാഗങ്ങളിൽ നിന്നുള്ള സ്കൂബ ടീമും ഫയർഫോഴ്സും രാത്രി 12:30 വരെയുള്ള സമയത്ത് വ്യാപകമായിട്ടുള്ള തിരച്ചിലായിരുന്നു നടത്തിയത്. കനാലിന്റെ 3 കിലോമീറ്റർ പ്രദേശത്ത് ആഴത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ കുട്ടികളെ കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെ വീണ്ടും തിരച്ചിൽ നടത്തി. ഈ തിരച്ചിലാണ് 2 പേരുടെയും മൃതദേഹം ഇവർ കുളിക്കാൻ ഇറങ്ങിയതിന് തൊട്ട് അടുത്ത ഭാഗത്തു നിന്നായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ 2 പേരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉമേഷ്, മിഥുനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.